അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 84 സങ്കീർത്തനം 11 വാക്യം നമുക്ക് വായിക്കാം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. യഹോവ സൂര്യനും പരിചയമാകുന്നു. അതുകൊണ്ട് ദൈവം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. സൂര്യൻ്റെ പ്രത്യേകത അതിന് ചൂടും വെളിച്ചവും നൽകുവാനുള്ള കഴിവുണ്ട് എന്നതാണ്. എന്നാൽ സൂര്യൻ ദൈവമല്ല എന്ന് നാം ഓർക്കണം. യഹോവയെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് അവൻ നല്ല വഴി പറഞ്ഞു കൊടുക്കുന്നു. മോശമായ ജീവിത രീതി പിന്തുടരുവാൻ ഇടവരാതെ തൻ്റെ മക്കളെ ദൈവം സൂക്ഷിക്കും. നല്ല ആലോചനയും തെറ്റുപറ്റാത്ത തീരുമാനങ്ങളും എടുക്കുവാനുള്ള കഴിവ് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ ഓർത്ത് അനുസരിക്കുന്നവർക്ക് ദൈവം നൽകി കൊടുക്കുന്നു. നാം ഒരു തീരുമാനമെടുക്കുമ്പോൾ തീരുമാനമെടുക്കുന്ന സമയത്ത് അല്പം ലാഭമായിരിക്കും നമ്മുടെ ലക്ഷ്യം. എന്നാൽ യേശുവിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുന്നവരാണെങ്കിൽ ദൂരവ്യാപകമായ പ്രതികൂലങ്ങൾ നമുക്ക് വരാവുന്നതും അപ്പോൾ തന്നെ തീരുമാനമെടുക്കുന്ന സമയത്ത് അല്പം ലാഭം വരുന്നതുമായ തീരുമാനം എടുക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം നാം തീരുമാനമെടുക്കുന്ന സമയത്ത് തന്നെ കർത്താവ് നമുക്ക് വരുവാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് അറിവ് തരും. ആമോസിൻ്റെ പുസ്തകം 3 അധ്യായം 7 വാക്യത്തിൽ തൻ്റെ ഭക്തന്മാരോട് പറയാതെ യഹോവ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്കെന്തെങ്കിലും പ്രതികൂലങ്ങൾ സാത്താൻ ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതും ദൈവം വെളിപ്പെടുത്തി തരും എന്നതിന് സംശയമില്ല. ഓർക്കുക, ദൈവകൽപ്പനകൾ അനുസരിക്കാതെയും ദൈവം നമ്മുടെ കൂടെ ഇല്ലാതെയും ഉള്ള ജീവിതം ഇരുട്ടിൽ കൂടെയുള്ള സഞ്ചാരം പോലെയാണ് എന്ന് നാം മനസ്സിലാക്കണം. രാത്രിയിൽ വെളിച്ചം കൂടാതെ നാം സഞ്ചരിച്ചാൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. വഴിയിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളോ കല്ലുകളോ ഒളിഞ്ഞിരിക്കുന്ന വിഷസർപ്പങ്ങളോ നമ്മുടെ ശ്രദ്ധയിൽ പെടുത്താതെ ഇരുട്ട് അവയെ നമ്മിൽ നിന്നും മറച്ചു വയ്ക്കും. അനന്തരഫലമോ നമുക്ക് ഇരുട്ടിൽ കൂടെയുള്ള യാത്ര അപകടത്തിലേക്കുള്ള യാത്രയായി പരിണമിക്കും. എന്നതുപോലെ തന്നെ ചെയ്യേണ്ടതുപോലെ ചെയ്യുവാനോ കാണേണ്ടതുപോലെ കാര്യങ്ങളെ കണ്ട് വിലയിരുത്തുവാനോ ദൈവത്തെ കൂടാതെ പാപവഴിയിൽ കൂടി യാത്ര ചെയ്യുന്നവർക്ക് കഴിയാതെ പോകുന്നു. വെളിച്ചത്തിൽ കൂടി നടക്കുന്നവർക്ക് ഇടറുവാൻ സംഗതിയില്ലാതെ അവർ രക്ഷപ്പെടുന്നു. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ദൈവത്തിന് ഉപദേശം ലഭിക്കുന്നതിനാൽ അവർ ജീവിതത്തിൽ തെറ്റായ വഴികളെ തിരഞ്ഞെടുക്കാതെ ദൈവം അനുവദിച്ചിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ അഥവാ ജീവിത രീതി മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. കാരണം അവർ തെറ്റായ വഴി തിരഞ്ഞെടുത്ത് പാപത്തിൽ വീട് നശിക്കുന്നതിന് മുമ്പായി അപ്രകാരം തെറ്റ് ചെയ്താലുള്ള അപകടം ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. എത്രയോ കൊലപാതകങ്ങൾ ഭൂമിയിൽ നടക്കുന്നു. കൊലപാതകികളോട് ചോദിക്കാമെങ്കിൽ അവർ പറയും, ഒരു ദേഷ്യത്തിന് ഞാൻ അവനെ കുത്തിക്കൊന്നുവെന്ന്. എന്നാൽ ദൈവഭയവും ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന സ്വഭാവവും ഉള്ള വ്യക്തിക്കാണ് ദേഷ്യം വരുന്നതെങ്കിൽ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ താൻ ഒരു കൊലപാതകിയാകും എന്നും സമൂഹത്തിൽ താൻ ഒരു ക്രിമിനലായി തീരുമെന്നും പോലീസിൽ നിന്നും വളരെ നാളുകൾ ഉപദ്രവം ഏൽക്കേണ്ടി വരുമെന്നും തൻ്റെ നല്ല ഭാവി തകരുമെന്നും ജീവിതകാലം മുഴുവൻ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട കുറ്റവാളികളോട് കൂടെ തന്നെ താനും ജയിലിൽ കിടക്കേണ്ടി വരും എന്നുമുള്ള അറിവ് ദൈവം ആ വ്യക്തിക്ക് കൊടുക്കുന്നു. ഇനി പറയൂ, ഏതാണ് നല്ലതെന്ന്? ക്ഷമിക്കുന്നതോ കൊലപാതകം ചെയ്യുന്നതോ? എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ക്ഷമിക്കുന്നതാണ് നല്ലത്. നാം ആ വ്യക്തിയോട് ക്ഷമിച്ചാൽ സാത്താൻ 2 പേരെയും വിട്ട് ഓടും. തന്നെയുമല്ല, നാം ആരോടാണോ ക്ഷമിക്കുന്നത് ആ വ്യക്തി നമ്മുടെ സ്നേഹിതനുമായി തീരും. ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന തൻ്റെ മക്കൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള കഴിവ് ദൈവം നൽകി കൊടുക്കുന്നു. വരുവാൻ പോകുന്ന മറഞ്ഞിരിക്കുന്ന അപകടങ്ങളെ സൂര്യൻ മറഞ്ഞിരിക്കുന്ന കല്ലുകളെയും വിഷസർപ്പത്തെയും കുഴികളെയും കാണുവാൻ നമ്മെ സഹായിക്കുന്നത് പോലെ നമുക്ക് വരുവാനിടയുള്ള അനർത്ഥത്തെ മുൻകൂട്ടി അറിയിച്ചു തരുന്നതിനാൽ നാം കഷ്ടത്തിലാകാതെ രക്ഷപ്പെടുന്നു. എന്നാൽ ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ദൈവഭയമില്ലാതെ നാം ജീവിച്ചാൽ സാത്താൻ നമ്മോട് അടുത്തുകൂടുകയും ചെയ്യരുതാത്ത തെറ്റുകൾ നമ്മെക്കൊണ്ട് ചെയ്യിക്കുകയും ചെയ്തുകൊണ്ട് നമ്മെ പരസ്യ കോലമാക്കി തീർക്കുന്നു. ഇരുട്ടിൽ തപ്പി നടക്കുന്നത് പോലെ നാം പകൽ വെളിച്ചത്തിൽ തപ്പി നടക്കേണ്ടി വരും. ഭാവിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാത്തതിനാൽ തെറ്റായ തീരുമാനങ്ങൾ നാം എടുക്കേണ്ടി വരും. അനന്തരഫലമോ മുന്നേറുവാൻ കഴിയാത്ത വിധം നാം കഷ്ടത്തിലായി തീരുകയും നമ്മുടെ ഭാവി തകർന്നു പോവുകയും ചെയ്യുന്നു.
എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ തീരുമാനങ്ങളിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കാറുണ്ടോ? ശരിയായ ദൈവം അംഗീകരിക്കുന്ന തീരുമാനങ്ങളാണോ നാം എടുക്കാറ്? ഏത് തീരുമാനവും എടുക്കുന്നതിന് മുമ്പേ നാം നമ്മുടെ തീരുമാനം യേശുവിനെ അറിയിക്കണം. യേശു തരുന്ന ഉപദേശം ബൈബിൾ വായിച്ച് നാം കണ്ടെത്തണം. മറ്റാരോട് നാം അഭിപ്രായം ചോദിച്ചാലും അവർ സ്വാർത്ഥതയോടുകൂടി അഭിപ്രായമേ നമുക്ക് പറഞ്ഞു തരികയുള്ളൂ. എന്നാൽ യേശു നമുക്ക് നല്ല ഉപദേശം ബൈബിളിൽ കൂടി പറഞ്ഞു തരുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. യേശുവിനെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് സ്നേഹിക്കുന്നവർക്കാണ് അവൻ ഉപദേശങ്ങൾ കൊടുക്കുന്നത് എന്നതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു എന്ന് നാം ഉറപ്പുവരുത്തണം. ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികൾക്ക് ദൈവം ഒരു പരിച എന്ന പോലെ സഹായകനായിത്തീരുന്നു. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിനാൽ അവർക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. 20 വർഷത്തോളം മഞ്ഞും വെയിലും കൊണ്ട് ലാബാൻ്റെ ആടുകളെ തീറ്റിയ യാക്കോബിനെ ലാബാൻ 10 പ്രാവശ്യം കൊള്ളയടിച്ചു. യാക്കോബിൻ്റെ സമ്പത്തും അവൻ്റെ ഭാര്യമാരായ ലാബാൻ്റെ മക്കളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ലാബാനുള്ള സകലത്തെയും കൈവശമാക്കിക്കൊണ്ട് യാക്കോബിനെ തനിയെ അയച്ചു കളയുവാൻ പുറപ്പെട്ട ലാബാൻ യാക്കോബുമായി കൂടിക്കണ്ടതിൻ്റെ തലേ രാത്രിയിൽ യഹോവ ലാബാനോട് സംസാരിച്ചു. നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് നിന്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ലാബാൻ തന്നെ യാക്കോബിനോട് പറയേണ്ടി വന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം 29 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ നമ്മുടെ നന്മകൾ പിടിച്ചു വയ്ക്കുന്നവർ എത്ര ഉന്നതരായാലും ശക്തനായ കർത്താവ് അവരിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും നമ്മുടെ നന്മകൾ മടക്കി വാങ്ങിത്തരികയും ചെയ്യും. നാം അതിനുവേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരികയില്ല. യാക്കോബിൻ്റെ 20 വർഷത്തെ അധ്വാന ഫലം ഒറ്റ രാത്രി കൊണ്ട് ദൈവം മടക്കി കൊടുപ്പിച്ചു. അതെ, യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. തന്നെ ഭയപ്പെട്ട് തന്നെ അനുസരിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. ദൈവത്തിൻ്റെ സഹിത്വവും അവൻ്റെ മഹത്വവും തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. യോശുവയെക്കുറിച്ച് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ഇന്നു മുതൽ വലിയവനാക്കാൻ തുടങ്ങും എന്നാണ്. യോശുവയുടെ പുസ്തകം 3 അധ്യായം 7 വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കുമെന്ന് ഇസ്രയേലെല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. യോശുവ 3 അധ്യായം 7 വാക്യമാണ് നാം കേട്ടത്. യോശുവയുടെ മുന്നിൽ ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് യഹോവ അപ്രകാരം വാഗ്ദാനം കൊടുത്തതെന്ന് നാം ഓർക്കണം. ആ വ്യവസ്ഥ യോശുവ 1 അധ്യായം 8 വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. അതിപ്രകാരമാണ്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഇതായിരുന്നു യോശുവയുടെ മുന്നിൽ ദൈവം വെച്ച വ്യവസ്ഥ. ഇന്നും ദൈവത്തിന് അത് തന്നെയാണ് നമ്മോടും പറയുവാനുള്ളത്. എന്നെ ഭയപ്പെട്ട് എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാൻ നിന്നെ ദേശത്ത് വാഹനമേറ്റും. എത്ര വലിയ ഹാമാൻ നിനക്കെതിരെ വന്നാലും അവൻ നിൻ്റെ മുമ്പിൽ തല വണക്കും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. കർത്താവായ യേശു ക്രിസ്തു അഥവാ യഹോവയായ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും വാക്കും മാറാത്തവനുമാണ്. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി എന്ന് യോശുവ 21 അധ്യായം 45 വാക്യത്തിലും, ഒരു മനുഷ്യനും ഇന്ന് വരെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ 1000 പേരെ ഓടിച്ചിരിക്കുന്നു എന്ന് യോശുവ 23 അധ്യായം 10 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചതിനാൽ ആണ് ദൈവം അവർക്ക് തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊടുത്തതെന്ന് നാം മനസ്സിലാക്കണം. ദൈവം തന്നെയാണ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. അപ്രകാരമാണ് ദൈവം അവർക്ക് പരിചയമായി തീർന്നത്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കുകയില്ല. ഏറ്റവും നല്ല നന്മ പരിശുദ്ധാത്മാവാണ് എന്ന് നാം ഓർക്കണം. നന്മ എത്രയധികം തരുമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. ആ നന്മ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ആത്മാവിന് വേണ്ടി എല്ലാ നന്മകളും കർത്താവ് നൽകിത്തരും. നാം നേരോടെ ജീവിക്കണമെന്ന് മാത്രം. നമ്മുടെ യേശുവിൻ്റെ സഹിത്വം നമുക്കെല്ലാ കാലത്തും ഉണ്ടാകും. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല, ശരീരത്തിൻ്റെയും ദേഹിയുടെയും രക്ഷ കർത്താവ് തന്നെ നടത്തും. അവൻ്റെ വാഗ്ദാനമാണ് അതും.
രോഗസൗഖ്യവും ഭക്ഷണവും പാർപ്പിടവും സന്തോഷവും സമാധാനവും ഭൗതിക നന്മകളും എന്തിനേറെ നിത്യജീവനും ഉൾപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ആകയാൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനും സൗഖ്യദായകനും നല്ല സ്നേഹിതനും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും നൽകപ്പെട്ട കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുകയും നിത്യജീവന അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ച് നിത്യജീവന അവകാശികളായി തീരുവാൻ അടിയനെയും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.